മലയാള സിനിമയിലെ ഒരു കുഞ്ചൻ നമ്പ്യാർ തന്നെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം നമ്മളെ വിട പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. പലർക്കും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീനിവാസൻ മരണപ്പെട്ടതല്ല, അദ്ദേഹത്തെ കൊന്നതാണ് എന്നുള്ള കാര്യം. അദ്ദേഹം തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുകവലി ശീലം എൻ്റെ ആരോഗ്യത്തെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്നു. കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. ഒരുപാട് രചനകൾ നടത്തേണ്ടതായിരുന്നു. സാറിന് എന്താണ് തോന്നുന്നത്? അതായത് അദ്ദേഹത്തെ കൊന്നതാണ് എന്ന പേരിൽ കൊടുത്ത ഗൗതമിൻ്റെ വീഡിയോയിലെ അയ്യപ്പദാസും ഗൗതമും തമ്മിലുള്ള ഇൻ്റർവ്യൂവിലെ തലക്കെട്ട് അതായിരുന്നു. ശ്രീനിവാസനെ കൊന്നതാണ്. ഇത് സാധാരണ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരാൾ കൊന്നതാണ് എന്ന് പറയുന്നത് നമ്മളെ ഡയറക്റ്റ് കൊല്ലുന്നത് പലതരത്തിലേക്ക് വിഷം കൊടുത്ത് കൊല്ലുക, അല്ലെങ്കിൽ സ്ലോ പോയ്സൺ എടുത്ത് കൊല്ലുക, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് കൊല്ലുക എന്ന് പറയുന്നത്. കഴുത്ത് ഞെരിച്ച് കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, തൂക്കിക്കൊല്ലുക, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഇത് സത്യത്തിൽ സിഗരറ്റ് വലിച്ച് അദ്ദേഹത്തിന് നാർക്കോട്ടിൻ എന്ന് പറയുന്ന ഉഗ്രവിഷം കണ്ടിന്യൂസ് ആയി അദ്ദേഹത്തിൻ്റെ ബ്രോങ്കൈറ്റിസിൽ വരികയും അദ്ദേഹത്തിൻ്റെ ലങ്സും ഹാർട്ടൊക്കെ കംപ്ലീറ്റ് വീക്കാവുകയും അങ്ങനെ ശ്വാസം വലിക്കാൻ പറ്റാത്ത, നമ്മൾ സിനിമയിൽ കാണാറില്ല, ഏത് സിനിമ ആരംഭിക്കുന്നതിന് മുമ്പും വളരെ ഭീകരമായ രംഗങ്ങളില്ലേ, അതേപോലെ ഒരു അവസ്ഥയിലേക്ക് സ്വയം ഇഞ്ചിഞ്ചായി അദ്ദേഹം കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തെ ശരീരത്തെ, മനസ്സിനെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സ്മോക്കിംഗ് കിൽസ്. എല്ലാ സിനിമയിലും നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കാണുമ്പോൾ തന്നെ നമ്മൾ സിഗരറ്റ് വലിക്കാൻ ഒരിക്കലും തോന്നില്ല. പക്ഷേ എല്ലാത്തിലും നിഷേധിയായ, അതായത് സിനിമയിൽ നിഷേധിയാണ് ആര്? ശ്രീനിവാസ്. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ തന്നെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മാത്രമല്ല, സിനിമയിലെയും ഇത്തരത്തിലുള്ള ജാടകൾക്കെതിരെ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വളരെ മോശമായ കാര്യങ്ങൾക്കെതിരെ ഉള്ള അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസമാണ് പല സിനിമകളും. ഉദയനാട് താരം എന്നുള്ള സിനിമയിൽ മോഹൻലാലിനെ ഉദ്ദേശിച്ചിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ആ സിനിമ എടുത്തത്. അത് മോഹൻലാലിൻ്റെ ആ ജാടയെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ആ സിനിമ എടുത്തത്. അങ്ങനെയുള്ള സിനിമകളുടെ ലോകത്തെ പൂർണ്ണമായും വലിച്ചു കീറി ഒട്ടിച്ച് വലിയ നടന്മാരെന്ന് പറയുന്ന ആൾക്കാർ മുമ്പുണ്ടായിരുന്ന എങ്ങനെയായിരുന്നു, ഇപ്പം വളർന്ന് പന്തലിച്ചപ്പം അവർ വേറെ ഏതോ ലോകത്തിലെ ചില്ലു കൊട്ടാരത്തിലിരുന്നു കൊണ്ടുള്ള അവരുടെ പ്രഹസനങ്ങൾ, അതൊക്കെയാണ് വലിച്ചു കീറി അദ്ദേഹം നശിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു കൃത്യമായി സമൂഹത്തിലെ ഇതേപോലുള്ള തിന്മകൾക്കെതിരെ പോരാടുമ്പോഴും, അദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോഴും, പ്രകൃതി സ്നേഹി അദ്ദേഹം സ്വന്തമായിട്ട് ഓർഗാനിക് പച്ചക്കറിയും അതേപോലെ നെല്ലും എല്ലാം ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം സ്വന്തം ശരീരത്തോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തോട് താൻ നീതി പുലർത്തിയില്ല എന്ന തോന്നൽ കൊണ്ട് തന്നെയാണ് ഈ ജൈവ കൃഷിയിലേക്ക് വരാനൊരു കാരണം തന്നെ. ഞാൻ മനസ്സിലാക്കുന്നത് 2012 ചെന്നൈയിൽ നിന്നൊക്കെ വിട്ടു വന്നതിന് ശേഷം കേരളത്തിൽ താമസാക്കുന്നതിന് തുടങ്ങിയതിന് ശേഷമാണ് ഇദ്ദേഹം 2012 ശേഷം ഈ ജൈവ കൃഷിയിലേക്ക് വരുന്നത്. അതപ്പോഴത്തേക്കൊക്കെ അദ്ദേഹത്തിനെ ഘട്ടം ഘട്ടമായി അസുഖത്തിലേക്ക് ബാധിച്ചിരുന്നു. അദ്ദേഹം ക്രമേണ നമ്മൾ സിനിമയിൽ കാണുന്ന ആ രൂപം മാതിരി ചുമച്ച് ജീവിതം തീർത്തു എന്നുള്ളതാണ് സത്യം. അവസാനം ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം സ്വയം മരിച്ചു, സ്വയം കൊന്നു, സ്വന്തം ശരീരത്തെ, സ്വന്തം ആത്മാവിനെ കൊന്നു എന്നുള്ളത് സത്യമാണ്. സിഗരറ്റാണ് അതിന് കാരണം. അപ്പോൾ ഇതെല്ലാവർക്കും നമ്മൾ ഞെട്ടലുണ്ടാക്കണം, ഇത് അനുഭവമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഗൗതമോ അയ്യപ്പദാസും പറഞ്ഞത്. അതായത് ഞാനിത് കേട്ടിട്ട് ഞാനും പോലും ഞെട്ടിപ്പോയി. ഞാൻ എത്ര ഇതുണ്ടെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടുന്ന ഒരു കൊലപാതകം നടന്നാൽ മക്കൾ രണ്ടുപേരും ധ്യാനും അതേപോലെ ശ്രീനിയും ചില തർക്കങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ധ്യാനുമായിട്ട് അച്ഛനുമായി ഭയങ്കര തർക്കമുണ്ടെന്നും നിഷേധിയാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനെ കൊല്ലാൻ മാത്രമുള്ള അത്ര കഠിന ഹൃദയന്മാരാണ് അവരെന്നുള്ള ചിന്താഗതിയില്ല. പിന്നെ അല്ലെങ്കിലും വേറെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസത്തെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് എതിരാളികൾ പോലും. അദ്ദേഹം ആരെയാണോ വിമർശിച്ചത് അവരുടെ കൂടെ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം സിനിമ എടുത്തപ്പോഴും പിണറായി സത്തെ എതിർത്തുകൊണ്ട് അതിൻ്റെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സിനിമ എടുത്തപ്പോഴും പാർട്ടിക്കുള്ളിലെ അപജയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്, VS അച്യുതാനന്ദനെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്. അതൊക്കെ വളരെ മനോഹരമായ കാര്യങ്ങളായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളെക്കുറിച്ച് തുറന്നു കാണിച്ച് ക്യൂബ മുകുന്ദനടക്കമുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച്
അദ്ദേഹം തച്ചുടച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി ആരോടും വിരോധം ഉണ്ടായിരുന്നില്ല, അവർക്കും ശ്രീനിവാസനോട് വിരോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രൂപത്തിലായിരുന്നു ശ്രീനിവാസനെ എല്ലാവരും കണ്ടിരുന്നത്. കാരണം ആ വിമർശനം ആവശ്യമാണ് സൊസൈറ്റിക്ക്, സിനിമയിൽ കൂടെ അത് ആവശ്യമാണ്, കഥാപാത്രങ്ങളിലൂടെ ആവശ്യമാണ്. അതിന് സൊസൈറ്റിയെ നവീകരിക്കുക, പാർട്ടിയെ നവീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അവിടെ ഉണ്ടാക്കുന്ന ഒരിക്കലും എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ ഒരു പ്രത്യേക ഘടനയിൽ കൂടെ പോകുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ ആ രൂപ താത്വിക അവലോകനം വരുന്നു. ആ താത്വിക അവലോകനം കട്ടൻ ചായയും അതേ പരിപ്പുവടയും കഴിച്ചുകൊണ്ടും അതേപോലെ അതിൻ്റെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചുമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗോവിന്ദൻ്റെയൊക്കെ ഭാഷകൾ പോലെ അതേപോലെ അതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനെ സ്നേഹിക്കാത്ത ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ, നേതാക്കന്മാരുണ്ടോ? അപ്പോൾ അതൊന്നല്ല കാര്യം. അദ്ദേഹത്തോട് ആരും വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം സ്വയം ഒരു അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ശ്രമിച്ചില്ല എന്ന് തോന്നുന്നു. ഒന്നാമത് ആരും പറഞ്ഞാൽ കേൾക്കാത്ത പ്രകൃതക്കാരനാണ് ശ്രീനിവാസന്റെ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുക പോലും ഇല്ല. അതാണ് സത്യം. എൻ്റെ അനുഭവത്തിൽ എന്താണ്, അദ്ദേഹം എന്നെ ഒരു കഥാപാത്രത്തെ ആ ഒരു കാലഘട്ടത്തിൽ ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം കേരള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മേഖലകൾ സിനിമാ മേഖലകളിലെല്ലാം ബിസിനസ് മേഖലയിൽ എല്ലാ മേഖലയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന് കാരണം എല്ലാ മേഖലകളിലും കടന്നു കയറി അവിടുത്തെ വമ്പൻ തൂക്കുകളെക്കെതിരെ ഫൈറ്റ് ചെയ്തൊരു പ്രസിദ്ധീകരണമാണ് ക്രൈം. എന്താണോ ശ്രീനിവാസൻ കഥാപാത്രങ്ങളിലൂടെ ചെയ്തത് അതിനേക്കാളും ശക്തമായ രൂപത്തിൽ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തിന് നമ്മുടെ മോഹൻലാലിന് എയ്ഡ്സോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു ടൈറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചാണ്. സത്യത്തിൽ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതേപോലെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ധാരാളം മേഖലകളെ കുറിച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരാളാണോ ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടി പല കെട്ടുകഥകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും CPM-നെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ ക്രൈം മഞ്ഞ പ്രസിദ്ധീകരണമാണ്, ക്രൈമിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചാരണം ഉണ്ടാക്കി. പ്രത്യേകിച്ച് ലാവ്ലിൻ കേസ് വന്ന ശേഷം ബ്ലാക്ക് മെയിലറാണ്, മഞ്ഞ പ്രസിദ്ധീകരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കാരണം എന്താ? ഈ കൊണ്ടുവന്ന അഴിമതി കഥകൾക്ക് വിലയില്ലാതാകണം. അങ്ങനെയാണ് അവർ അതായത് നമ്മുടെ ശങ്കരാടിയെ വെച്ചിട്ട് എങ്ങനെയാണ് താത്വിക അവലോകനം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി എതിരാളികളെ നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഒരു പെണ്ണ് കേസിൽ കൊടുക്കണം. അതേപോലെ കെട്ടുകഥകൾ സൃഷ്ടിച്ച ഒരു വല്ലാത്തൊരു ലോകത്തിൽ ക്രൈമിനുണ്ടായിരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയോട് ഏറ്റുമുട്ടിയതും പിണറായി വിജയനോട് ഏറ്റുമുട്ടിയതുകൊണ്ടൊക്കെ അതിൻ്റെ ദുരന്തഫലം അനുഭവിച്ച ഒരാളാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബൽറാം വേഴ്സ് താരാദാസ് എന്നുള്ള സിനിമയിൽ കുറ്റം എന്ന് പറയുന്ന കുറ്റാന്വേഷണ പ്രസിദ്ധീകരണം, അത് ക്രൈമിൻ്റെ അതേ നീല നിറത്തിൽ ചട്ടയും മറ്റൊക്കെ വെച്ച് ആണ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ മാറ്റുള്ളൂ, അതായത് തൊപ്പി വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. തൊപ്പി വെക്കാത്തതിന് കാരണം ഈനാട് ഇന്നലെ വരെ എന്നുള്ള സിനിമയിൽ നമ്മുടെ ഒരു കഥാപാത്രമാണ് ക്രൈം ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിൻ എനിഫി ആയിരുന്നു അത് ചെയ്തിരുന്നത്. തൊപ്പി വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിൽ തൊപ്പി വേണ്ടാന്ന് വെച്ചു IV ശശി. അങ്ങനെ ഇതിൽ ശ്രീനിയായിട്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അവസാനം പറയുന്നത് എന്താ, എൻ്റെ ഭാഗമാണ് ശരി, മറ്റൊക്കെ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കുന്നതാണെന്ന് അവസാനം കൃത്യമായി ഉണ്ടായി. ക്രൈം കൊണ്ടുവന്ന കുറ്റം എന്ന് പറയുന്ന കുറ്റാന്വേഷണ പ്രസിദ്ധീകരണം കൊണ്ടുവന്ന വാർത്തയാണ് സത്യം തെളിയിക്കാൻ കാരണമായത് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. കഥ മുഴുവൻ പോകുന്ന കുറ്റം എന്ന കുറ്റാന്വേഷണ മാസികയുടെ കഥയിലൂടെയാണ് പോകുന്നത്. നന്നായിട്ട് ശ്രീനിവാസൻ അവതരിച്ചു. അതിനു വേണ്ടിയിട്ട് എന്നെ IV ശശി വിളിക്കുകയും എൻ്റെ സുഹൃത്തായി നൗഷാദ് വിളിക്കുക, തിരക്കഥാകൃത്ത് എന്ന സംവിധാനം നൗഷാദ്, അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നതും ശ്രീനിവാസനുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധം ഉണ്ടാകുന്നതും. ശ്രീനിവാസൻ ഏത് കാര്യത്തിനും എന്തിനും ഹ്യൂമർ കാണുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം അദ്ദേഹം എന്നെ അനുകരിക്കാൻ വേണ്ടി എൻ്റെ നടത്തവും ഇരുത്തവും എല്ലാം തന്നെ അദ്ദേഹം ശ്രദ്ധിച്ച് പഠിക്കുകയും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ നമ്മളെ അതിനകത്ത് പോലീസ് വന്ന് അടിക്കുന്നു ഇടിക്കുന്നു ഒക്കെ രംഗങ്ങളുണ്ട്. അങ്ങനെയൊന്നും കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പോലീസ് കള്ളക്കേസ് കുടിക്കുന്നൊക്കെ അല്ലാതെ പോലീസ് ഇന്നേ വരെ എന്നോട് നീതിപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. എങ്ങനെ ശാരീരികമായിട്ടുള്ള മേല് തൊടുന്ന കാര്യത്തിലൊക്കെ ഇന്നേ വരെ ഒരു പോലീസുകാരനെ എന്നെ മേല് തൊട്ടില്ല, സംരക്ഷിച്ചു നിർത്തിയത്. പക്ഷേ പുറത്തുനിന്ന് കേൾക്കുന്ന ആൾക്കാർ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നെ ജയിലിൽ അടച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്നെ അടിച്ച് ശരിയാക്കി എന്നൊക്കെയുള്ള വാർത്തകളെല്ലാം ഉണ്ടാവുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ചേർത്തെങ്കിൽ അത് മേൽപ്പടിക്ക് അവർ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയെ വിജയിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് ആ കഥാപാത്രത്തെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ
അങ്ങനെ ജീവിക്കുന്ന ഒരാളെ കൃത്യമായി കുറ്റാന്വേഷണ മാസിക ചീഫ് എഡിറ്റർ എന്ന രൂപത്തിൽ ശ്രീനി അവതരിപ്പിച്ചു എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. എന്തായാലും ശ്രീനിവാസനെ പോലെ മറ്റൊരു ശ്രീനിവാസൻ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഗംഭീരമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും ശ്രീനിവാസനോടുള്ള ഹ്യൂമർ അവർക്ക് എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം.